ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബീച്ചിലാണ് കേട്ടോ. ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ വീക്കെൻഡിലാട്ടോ ഇങ്ങനെ ബീച്ചുകളിലൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങളാട്ടോ ഇത്. കാരണം നമുക്ക് കൂടുതൽ ആളുകളും ഫ്ലാറ്റിലായിരിക്കും ജീവിക്കുന്നത്. അപ്പം നമുക്ക് നാട്ടിൽ വീട്ടിലുള്ള ഒരു മുറ്റത്തേക്ക് ഇറങ്ങാനോ ആ ഒരു ശുദ്ധവായു ശ്വസിക്കുന്ന ആ ഒരു സംഭവം കുറവാണ് നമുക്ക്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് നമ്മളെപ്പോഴും ഫ്ലാറ്റ്, ഓഫീസ്, കുട്ടികളാണെങ്കിൽ സ്കൂള്, ഇങ്ങനെയുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് എൻജോയ് ചെയ്യാനെന്ന് പറയണ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കിട്ടുന്ന നല്ല ദിവസങ്ങളായിരിക്കും ഇതുപോലുള്ള ദിവസങ്ങളായിട്ടോ. വെള്ളി ശനിയാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമായിട്ടോ, മൈൻഡ് റിലാക്സ് ചെയ്യാനും നമുക്ക് ഭയങ്കര ഒരു ഫീലായിട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒരുപാട് ഫാമിലികൾ ഇവിടെ എല്ലാവരും തന്നെ ഇങ്ങനെയാണ് വീക്കെൻഡ് എൻജോയ് ചെയ്യുന്നത്. മാളും ഫ്രണ്ട്സും അനീഷേട്ടനും ഫ്രണ്ട്സും ഒക്കെ കടലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ട് അവർ വന്നപ്പോൾ മുതൽ എൻജോയ് ചെയ്യുന്നതാണ്. ഒരുപാട് ഫാമിലീസ് അങ്ങനെയുണ്ട്. കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്യും കേട്ടോ. അവർ മടുത്തിട്ട് ഇറങ്ങണുള്ളൂ. ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി. ഇപ്പോൾ സൂര്യാസ്തമയ സമയമായി. അച്ഛനും അമ്മയും വന്നിട്ട് ഞങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ വന്ന് ഇരിക്കണം എന്നൊക്കെ കരുതിയിരുന്നു. ഇത്രയും ദിവസം ചൂടായായിരുന്നു, അതൊന്നും നടന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ വലിയ ചൂടൊന്നുമില്ല. അങ്ങനെ സുഖമുള്ളൊരു അന്തരീക്ഷത്തിലാട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. സൂര്യാസ്തമയം എന്ത് ഭംഗിയാന്ന് നോക്കി. കടലിൻ്റെ കളറ് തന്നെ മാറിപ്പോയിട്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല, പക്ഷേ നേരിട്ട് നമുക്ക് നല്ലൊരു ഫീലാട്ടോ. അച്ഛനും അമ്മയൊക്കെ ഇത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സായാഹ്നങ്ങൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. നമ്മുടെ മനസ്സിന് നല്ല കുളിർമ തരുന്നൊരു സമയമായിട്ടോ ഇത്. ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്കിവിടെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. അച്ഛനും അമ്മയൊക്കെ നല്ല ഹാപ്പി ആയിട്ടോ ഇന്നത്തെ ദിവസം. നമ്മൾ സാധാരണ മാളുകളിലും അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ദിവസം അവർക്കും കിട്ടുന്നത് ആദ്യമായിട്ടോ വന്നിട്ട്. അങ്ങനെ ഇവരെ അടിച്ചു പൊളിച്ച് ഒരു മണിക്കൂറിന് മേളിലായിട്ടോ വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം മടുത്ത് കയറി വരുന്നതാണ്. നമ്മളിങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കും കേട്ടോ. അതിനുള്ള സെറ്റപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു സ്റ്റൗവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ സ്റ്റൗ കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചൊന്നും സെറ്റപ്പിൽ ഇറങ്ങിയതല്ല, പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞ് സ്റ്റൗവ്. അത് കത്തിക്കാനുള്ള പരിപാടിയിലായിട്ടാണ് അവർ ചായക്കുള്ള പരിപാടി ചെയ്യുന്നു. പിള്ളേർ ഡ്രസ്സ് മാറണം. അവർ ഡ്രസ്സ് മാറി വരുമ്പോഴത്തേനും ഞങ്ങൾ ചായ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അടിപൊളി അന്തരീക്ഷമായിരുന്നു കേട്ടോ. രാത്രിയായി. അപ്പം അച്ഛനും അമ്മയ്ക്കും വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ നല്ല സൗകര്യത്തിലെല്ലാം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഈ സായാഹ്നത്തിലുണ്ടായ സന്തോഷം എല്ലാവരുമായിട്ട് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.